നെറ്റിയുടെ ഈ സൈഡിലായിട്ട് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത ഭാഗത്തും ചെയ്യാത്ത ഭാഗത്തും ഉള്ള കളർ ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രൈറ്റനിങ് ഫേസ് പാക്കുമായിട്ടാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന 10 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ പാക്കാണ്. ഈ പാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിടുന്ന ഒട്ടുമിക്ക സ്കിൻ പ്രോബ്ലംസും ഈ ഒരു പാക്ക് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ വേണ്ടി പറ്റും. സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ മുഖക്കൂര് വന്നിട്ടുള്ള കറുത്ത പാടുകളോ സൺ ടാൻ ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റാനും അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യിക്കാനും ഗ്ലോ ചെയ്യിക്കാനും ഈ ഒരു പാക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു പാക്കാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പം നമുക്ക് എങ്ങനെയാണ് പാക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. പാക്കിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലാണ്ടും വലിയ വലിയ പീസായിട്ടൊക്കെ എടുക്കാം കേട്ടോ. വീട്ടിൽ പറഞ്ഞാൽ കേൾക്കുന്ന മിക്സി ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടുത്തത് കുറച്ച് അനുസരണ കുറവായതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് വെള്ളരിയാണ്. നമ്മൾ കറി വെക്കുന്ന വെള്ളരിയാണ് കേട്ടോ. നമ്മൾ സാലഡ് കുക്കുംബർ അല്ലാണ്ട് നമ്മൾ വെള്ളരിയൊക്കെ കറി വെക്കാറില്ല, ആ ഒരു വെള്ളരിയാണ്. അതിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം കളഞ്ഞിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നമ്മളിതുപോലെ ഒന്ന് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പച്ചരി നമ്മളിവിടെ വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടിയാണ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് പച്ചരി കുതിർക്കാൻ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതുപോലെ അരച്ചെടുത്താലും മതി. ഇതെല്ലാം കൂടി അരച്ച് ഞാനിപ്പോൾ നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നല്ല പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുസരണ ഇല്ലാത്ത മിക്സി ആയതുകൊണ്ട് കുറച്ചൊരു ചെറിയ രീതിയിൽ ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും നല്ലത് നല്ല രീതിയിൽ പേസ്റ്റാക്കി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി സുഖമായിരിക്കും. ഇനി ഇത് മുഴുവനായിട്ടൊന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല. ഞാനൊരു 3 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമ്മൾ എടുത്തതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറുപയർ പൊടിയാണ്. നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കടലപ്പൊടിയോ അരിപ്പൊടിയോ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അലർജി ഇല്ലാത്തവർ ചേർത്ത് കൊടുക്കുക, അലർജി ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. പാക്ക് റെഡിയാണ്. നല്ല തിക്കായിട്ട് തന്നെ നിന്നോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ പേസ്റ്റായിട്ട് അരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ. ബാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണ്ടപ്പോൾ ഇതുപോലെ ചെറുപയർ പൊടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്. ഞാനിപ്പം ഈ അടുപ്പിച്ച് 2-3 ദിവസമായിട്ട് പുറത്ത് പോകുന്നുണ്ട്. അതും നല്ല ഉച്ച സമയത്താണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ടാൻ അടിക്കുന്നുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ വേഗം തന്നെ എന്തെങ്കിലും പാക്ക് അപ്ലൈ ചെയ്യാറാണ് പതിവ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല മാറ്റം കിട്ടും. ഞാൻ ഫേസിലും നെക്കിലും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ്. കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എന്തായാലും ഫേസിലും നെക്കിലും മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എല്ലാവർക്കും ഈ ഫേസ് പാക്കൊക്കെ ചെയ്യാൻ ഇച്ചിരി മടിയുള്ളതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രിപ്പറേഷനാണ്. ഇത് നമ്മൾ റെഡിയാക്കി വെക്കണം. എന്നിട്ട് നമുക്ക് അന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഇത് റെഡിയാക്കി വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാക്കിന് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ കാണിച്ച പോലെ നിങ്ങളത് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. 2-3 ആഴ്ചയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ആവശ്യം വരുമ്പോൾ നമ്മൾ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ചെറുപയർ പൊടി എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് പാക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് 20 മിനിറ്റൊക്കെ വെച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. 20-25 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുക. അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും കേട്ടോ. ഞാൻ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതൊന്നുമല്ല. നമുക്ക് ഈ ഒരു പാക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ക്യാരറ്റും അതുപോലെ തന്നെ വെള്ളരിയുമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതുകൊണ്ട് തന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ പാക്കാണ്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ചിലർ കമൻറ്റ് ചെയ്യാറുണ്ട്, നമ്മൾ പാക്ക് ട്രൈ ചെയ്തു റിസൾട്ട് കിട്ടി, പക്ഷേ ചേച്ചിക്ക് കിട്ടിയിട്ടുള്ള അത്രയ്ക്ക് റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിരിക്കും. ഇപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല നിങ്ങളത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു വ്യത്യാസം ഉണ്ടാവും. നമുക്ക് റിസൾട്ട് കിട്ടുന്നത് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എന്തായാലും റിസൾട്ട് ഉണ്ടാവും. അപ്പം അത് നമ്മൾ ആ ഒരു റിസൾട്ട് പെർമനൻ്റ് ആക്കാനും അല്ലെങ്കിൽ കൂട്ടി കിട്ടാനുമായിട്ട് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല റിസൾട്ട് കിട്ടുക. ഇപ്പം കുറച്ച് ഡള്ളായിട്ടിരിക്കുന്ന ആൾക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക. അല്ലാണ്ട് പെട്ടെന്ന്
ഭയങ്കര ബ്രൈറ്റായിട്ട് ഫെയർ ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പം ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു റിസൾട്ട് പെർമനൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കൂട്ടാനും പറ്റുക, ആ ഒരു കിട്ടിയ റിസൾട്ട് പെർമനൻ്റ് ആക്കാൻ വേണ്ടിയും പറ്റുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റിസൾട്ടാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.